സ്വർഗത്തിലേക്ക് അവസാനമായി പ്രവേശിക്കുന്ന ആളുകളെ കുറിച്ച് റസൂൽ തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന ഒരാളാണ്. ഇഴഞ്ഞും നടന്നും പൊള്ളിയും ആൾ വരികയാണ്. രക്ഷപ്പെട്ട് കഴിയുമ്പോൾ നരകത്തിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് അവൻ ഇങ്ങനെ പറയും, ഈ എന്നെ പോലെ അനുഗ്രഹം ലഭിച്ച ഒരാളും ഈ പ്രപഞ്ചത്തിലില്ല, ഒരാൾക്കും ലഭിക്കാത്ത വലിയ അനുഗ്രഹമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരികയാണല്ലോ. അങ്ങനെ ആ സന്തോഷത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ അവനൊരു മരം കാണുകയാണ്. മരം കാണുമ്പോൾ അവന് തണൽ കൊള്ളാനും വെള്ളം കുടിക്കാനും തോന്നും. റബ്ബിനോട് അവൻ ചോദിക്കും, പടച്ചോനെ, നീ എന്നെ ആ മരത്തിലേക്ക് ഒന്ന് അടുപ്പിക്കുമോ? ഞാൻ അവിടുന്ന് ഇത്തിരി വെള്ളം കുടിക്കുകയും തണൽ കൊള്ളുകയും ചെയ്തോട്ടെ. അപ്പോൾ റബ്ബ് ചോദിക്കും, നിനക്ക് ഞാൻ ആ ആഗ്രഹം സാധിച്ചു തരികയാണെങ്കിൽ നീ വേറെ വല്ലതും ചോദിച്ചേക്കുമോ? അപ്പോൾ അവന് വാക്ക് പറയും, ഉടമ്പടി ചെയ്യും, വേറൊന്നും ഞാൻ ചോദിക്കില്ല. അങ്ങനെ റബ്ബ് അവനെ ആ മരത്തിലേക്ക് എത്തിക്കും. അവൻ അവിടുന്ന് തണൽ കൊള്ളുകയും വെള്ളം കുടിക്കുകയും ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ നല്ല മനോഹരമായ വേറൊരു മരവും കാണും. അവൻ താൻ ചെയ്ത ഉടമ്പടിയും വാക്കും ഒക്കെ മറക്കും. റബ്ബിനോട് വീണ്ടും ചോദിക്കും, പടച്ചോനെ, തണൽ കൊള്ളാനും വെള്ളം കുടിക്കാനൊക്കെ വേണ്ടിയിട്ട് നീ എന്നെ ആ മരത്തിലേക്ക് ഒന്ന് അടുപ്പിക്കുമോ? അപ്പൊ റബ്ബ് ചോദിക്കും, അല്ല, നീ എന്നോട് ഉടമ്പടി ചെയ്തതല്ലേ, വേറൊന്നും ചോദിക്കൂലെന്ന്. അപ്പോൾ അവൻ പറയും, ഇതൂടെ വേറൊന്നും ഞാൻ ചോദിക്കില്ല. റബ്ബ് കേൾക്കും, അവൻ അപേക്ഷ സ്വീകരിക്കും, അവനെ ആ മരത്തിലേക്ക് അടുത്തു കൊണ്ടുപോകും. അവൻ അവിടുന്ന് തണൽ കൊള്ളും, വെള്ളം കുടിക്കും. കുറച്ച് കഴിയുമ്പോൾ സ്വർഗത്തിൻ്റെ വാതിൽക്കൽ അവൻ നല്ല മനോഹരമായ, ഇതിനേക്കാളൊക്കെ മനോഹരമായ ഒരു മരം കാണും. ക്ഷമിക്കാൻ കഴിയില്ല, അവനെ സഹിക്കാൻ കഴിയില്ല. പിന്നെയും ചോദിക്കും റബ്ബിനോട്, റബ്ബേ, നീ എന്നെ ആ മരത്തിലേക്ക് ഒന്ന് അടുപ്പിക്കാമോ? റബ്ബ് പറയും, നീ എന്നോട് വാക്ക് പറഞ്ഞതല്ലേ, എല്ലാം മറന്നുപോയോ? ഇതുകൂടെ പഠിച്ചോനെ. റബ്ബ് സാധിച്ചു കൊടുക്കും. അങ്ങനെ ആ മരത്തിനടുത്തേക്ക് എത്തുമ്പോൾ അവൻ സ്വർഗാവകാശികളായ ആളുകളുടെ സംസാരങ്ങളും കോലാഹലവും ബഹളവും ചിരിയും കളിയെല്ലാം കേൾക്കും. ഓന് സഹിക്കാൻ കഴിയില്ല. ഓൻ റബ്ബോട് പറയും, പഠിച്ചോനെ, നീ എന്നെ ഒന്ന് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാമോ? റബ്ബ് ചോദിക്കും, അല്ല, നീയല്ലേ പറഞ്ഞത് വേറൊന്നും ചോദിക്കില്ലെന്ന്, നീ എന്തൊരു ബുദ്ധിമുട്ടിക്കലാണ്. നിനക്ക് ഞാൻ ദുനിയാവും അതിൻ്റെ ഇരട്ടിയും തന്നാൽ നിനക്ക് സന്തോഷാവോ, നിനക്ക് തൃപ്തിയാവോ? ഇത് കേൾക്കുമ്പോൾ ആ മനുഷ്യൻ ചോദിക്കും, നീ വലിയ ലോകങ്ങളുടെ എല്ലാം രക്ഷിതാവല്ലേ, നീ എന്നെ പരിഹസിക്കുകയാണോ? ഇത് പറഞ്ഞ് റസൂൽ തങ്ങൾ ചിരിച്ചു എന്നാണ്. അപ്പൊ സ്വഹാബികൾ ചോദിക്കും, എന്തേ തങ്ങളെ ചിരിക്കണത് എന്ന്. ഈ ആളുടെ ചോദ്യം കേട്ടപ്പോൾ പടച്ചോർക്ക് ചിരി വന്ന്, ആ ചിരി കണ്ട് ഞാൻ ചിരിച്ചതാണെന്ന് റസൂൽ തങ്ങൾ പറയും. റസൂൽ തങ്ങൾ ഇതിന് ശേഷം അള്ളാഹു തആല പറയാണ്, ഞാൻ നിന്നെ പരിഹസിക്കല്ല, പക്ഷെ എന്തുദ്ദേശിച്ചാലും അത് ചെയ്യാൻ കഴിവുള്ളവനാണ് ഞാൻ, അത് തരാൻ വേണ്ടി ചോദിച്ചു തന്നെയാണ്. അങ്ങനെ ആ മനുഷ്യനെ അള്ളാഹു തആല സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അള്ളാഹു നമ്മളെയും നമ്മളെ പ്രിയപ്പെട്ട എല്ലാവരെയും സ്വർഗത്തിൽ പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കട്ടെ. ആമീൻ.